വഖഫ് ഭേദഗതി ബിൽ ഇസ്ലാം വിരുദ്ധമല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വഖഫ് സ്വത്ത് പാവപ്പെട്ട മുസ്ലിങ്ങളുടേതാണ്. വഖഫ് ബിൽ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ബില്ലിനെ പ്രതിപക്ഷം ഭയക്കുന്നുവെന്നും അമിത്ഷാ. വഖഫ് നിയമത്തെ പ്രതിപക്ഷം ദുരുപയോഗം ചെയ്യുന്നുവെന്നും അമിത്ഷാ ലോക്സഭയിൽ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വളരെ കൃത്യമായ മറുപടിയാണ് പ്രതിപക്ഷത്തിന് നൽകിയത്. അതായത് ഈ വഖഫ് ബില്ലിൽ ഇസ്ലാം വിരുദ്ധമായ ഒരു കാര്യവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ വഖഫ് സ്വത്ത് പാവപ്പെട്ട മുസ്ലിങ്ങളുടേതാണ്. ഈ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞല്ലോ. കൂടുതൽ വിവരങ്ങൾ ഐസൻ ജോസ്. തീർച്ചയായും വിനോദ്, വഖഫ് സ്വത്തിന്റെ സുരക്ഷിതത്വവും പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിയമം എന്നാണ് വളരെ കൃത്യമായി അമിത്ഷാ ആശങ്കയ്ക്കിടയില്ലാത്ത വിധം വളരെ കൃത്യമായി പറഞ്ഞത്. മാത്രമല്ല, പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. പ്രതിപക്ഷം CAA മുസ്ലിമുകളുടെ പൗരത്വം റദ്ദാക്കുമെന്ന ദുഷ്പ്രചരണം നടത്തി അതിനെതിരെ ഒരു ജനകീയ മുസ്ലിമുകളുടെ പ്രതിഷേധം രൂപപ്പെടുത്താൻ തയ്യാറായ ഒരു വിഭാഗമാണ് പ്രതിപക്ഷം. അത്തരത്തിലുള്ള നീക്കമാണ് പ്രതിപക്ഷം അന്ന് നടത്തിയത്. ഇത്തരത്തിൽ ഓരോ തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തി ഓരോ തരത്തിൽ മുസ്ലിം വിഭാഗങ്ങളെ ഭയപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. 2 വർഷത്തിനിടെ ഒരു മുസ്ലിമിന്റെ പോലും പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ പരിഗണിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെയാണ് ഈ വഖഫ് സ്വത്തിന്റെ വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്നത് ഇത്തരത്തിലൊരു ഭീതി ജനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. വെറുതെ എന്തെങ്കിലും പറയുക, അത് എന്തെങ്കിലും പറഞ്ഞ് ഭീതി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് പ്രതിപക്ഷം പിന്തുടരുന്നത് എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്. മാത്രമല്ല, വിവിധങ്ങളായ വിഷയങ്ങൾ നേരത്തെ കിരൺ റിജിജു ബില്ലിന്റെ അവതരണ വേളയിൽ അവതരിപ്പിച്ച പല വിഷയങ്ങളും അദ്ദേഹം കൃത്യമായി എടുത്തു പറഞ്ഞ് അതിന്റെ സാങ്കേതിക കൃത്യത ഉറപ്പാക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം തന്നെ പുറത്തു വന്നത്. മാത്രമല്ല, ചില ഗൗരവമേറിയ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. നമുക്കറിയാവുന്നതാണ്, ഈ ക്രൈസ്തവ ദേവാലയങ്ങളുടെ സ്വത്തുക്കൾ പലതും വഖഫിന്റെ പേരിൽ ഇത്തരത്തിലുള്ള സാങ്കേതികത്വത്തിന്റെ നിഴലിൽ നിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പുതിയ നിയമപ്രകാരം ഭാരതത്തിലെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളും ആ അപകടാവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ വഖഫിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വഖഫിന്റെ സ്വത്തുക്കളുടെ പരിധിയിൽ വരുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറിപ്പോകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭീഷണി ഇല്ലാതാകുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. അതേസമയം മതവിശ്വാസങ്ങളിൽ ഇടപെടാൻ ഒരു താല്പര്യവും സർക്കാരിനില്ല, അത്തരത്തിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത്, മുൻകാല പ്രാബല്യം ഈ നിയമത്തിന് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ നടന്ന ഇത്തരത്തിൽ വഖഫിന്റെ നീക്കങ്ങളെ ഒന്നും തന്നെ തകർക്കാനോ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാനോ വേണ്ടിയല്ല, നിലവിലെ വഖഫിനെ റിഫോം ചെയ്യുക എന്നതാണ് ഈ നിയമം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. സർക്കാർ സ്വത്തുക്കളുടെ വഖഫിന്റെ അവകാശവാദം സംബന്ധിച്ചും കൃത്യമായ നിലപാടുണ്ടായി. കളക്ടറോ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനോ കൃത്യമായ തീരുമാനത്തിൽ ഏറ്റെടുക്കണമെന്നും വളരെ കൃത്യമായി അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. നേരത്തെ കിരൺ റിജിജു പറഞ്ഞതുപോലെ ട്രിബ്യൂണൽ വിധിയിൽ അപ്പീൽ നൽകാനാകും, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം തന്നെ അപ്പീൽ നൽകാനാകുമെന്നും അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് ഏറ്റവും നിർണായകമായ ഒരു നിലപാട്, അല്ലെങ്കിൽ പാർലമെന്റിൽ ഏറ്റവും നിർണായകമായ ഒരു നിലപാട് അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വോട്ട് ബാങ്ക് നിലനിർത്താൻ BJPയും NDAയും ഒരു നിയമനിർമ്മാണവും നടത്തില്ല എന്ന കൃത്യമായ ഒരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചത്. നമുക്കറിയാവുന്നതാണ്, വോട്ട് ബാങ്ക് നിലനിർത്തുന്നതിന്റെ ഭാഗമായി 95-ലും 2013-ലും എല്ലാം തന്നെ ഈ വഖഫുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും പാസ്സാക്കുകയും അത്തരത്തിലൊരു ഭയം മുസ്ലിമുകൾക്കിടയിൽ സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് എത്തിയത്. 21 ലക്ഷം ഏക്കർ കൂടുതലായി, അതായത് 2013-ന് ശേഷം 21 ലക്ഷം ഏക്കർ ഭൂമി അധികമായി വഖഫിന്റെ കൈവശം വന്നു എന്നതും ഈ പശ്ചാത്തലത്തിൽ പരിശോധിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തു. മാത്രമല്ല, ഈ നിയമത്തെ അംഗീകരിക്കില്ല മൈനോറിറ്റി, അതായത് ന്യൂനപക്ഷങ്ങൾ അംഗീകരിക്കില്ലെന്ന വാദം ഉയർത്തുന്നത് തെറ്റാണ്. ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിൽ പാർലമെന്റ് നിയമം പാസാക്കിയാൽ അത് അംഗീകരിക്കുക തന്നെ വേണം. മാത്രമല്ല, എടുത്തു പറഞ്ഞത് കേരളത്തിലെ വിവിധ ക്രൈസ്തവ സംഘടനകളുടെയും അതുപോലെ തന്നെ ബിഷപ്പ് കൗൺസിലിന്റെയും ബിഷപ്പ് കോൺഫറൻസിന്റെയും എല്ലാം തന്നെ നിലപാടുകളുമാണ്. പുതുക്കിയ വഖഫ് നിയമത്തെ ബിഷപ്പ് കൗൺസിലും അതുപോലുള്ള സംവിധാനങ്ങളും അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് ഒരു തരത്തിലും സ്വീകാര്യമല്ല. ഇത്തരത്തിൽ ഒരു ജനകീയ വിദ്വേഷം പലർത്തുന്നതിനുള്ള ചില നീക്കങ്ങൾ മാത്രമാണ് നടത്തുന്നതെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ജാതീയ വിദ്വേഷവും അതുപോലെ തന്നെ മതവിദ്വേഷവും ഉയർത്തിക്കാട്ടി കോൺഗ്രസ് തങ്ങളുടെ കുടുംബവാഴ്ച നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത് എന്നും വളരെ കൃത്യമായി പറഞ്ഞു. അത്തരത്തിലൊരു രാഷ്ട്രീയം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല, മറിച്ച് പ്രവർത്തനം നടത്തി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതുവഴിയാണ് ജനങ്ങൾ ഹൃദയങ്ങളിൽ BJP അംഗീകാരം നേടുന്നത്. അത്തരത്തിൽ ജനങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ആ നേട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും 3ാം തവണയും അധികാരത്തിലെത്താൻ കാരണമെന്നും അമിത്ഷാ വളരെ കൃത്യമായി പറയുകയുണ്ടായി. വിനോദ്.
അതെ, തീർച്ചയായും വഖഫ് ബില്ല് മുസ്ലിം സമൂഹത്തിനെതിരല്ല, പാവപ്പെട്ട മുസ്ലിങ്ങൾ സ്വത്താണ് വഖഫ് സ്വത്തായിട്ട് ഉള്ളത്. ഇതിൽ അഴിമതി തടയാനുള്ള ബില്ലാണ് അവതരിപ്പിക്കുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. നമുക്ക് അമിത്ഷായുടെ വാക്കുകളിലേക്ക്. देश तोड़ दोगे आप लोग, तोड़ दोगे। हमने साहब, मैं अभी भी आपके माध्यम से, इस सदन के माध्यम से देश भर के मुसलमान भाइयों बहनों को कहना चाहता हूं, आपके वक़्फ में एक भी नॉन मुस्लिम नहीं आएगा। ये एक्ट में ऐसा कोई प्रावधान नहीं। मगर जो वक़्फ बोर्ड है और वक़्फ परिषद है, उसका काम क्या है? वक़्फ की संपत्तियां मान्यवर बेच खाने वाले लोगों को पकड़कर इसके बाहर निकालने का। वक़्फ के नाम पर औने पौने दाम में संपत्तियों को 100 साल तक किराए पे देने वाले लोगों को पकड़ना है। वक़्फ का जो पैसा होता है, इनकम जो गिरती जा रही है, जिसके माध्यम से माइनॉरिटी का विकास करना है, माइनॉरिटी को आगे बढ़ाना है, इस्लाम धर्म की सारी धार्मिक संस्थाओं को पुख्ता करना है। ये पैसा जो चोरी होता है ना, उसको पकड़ने का काम वक्फ बोर्ड, वक्फ परिषद करे। और मान्यवर वो चाहते हैं कि इनके राज में जो मिली भगत चली वो चलती रहे, ये नहीं चलेगी।